ഓണക്കളിക്കൊന്നും പോകരുത്. ക്ലബിലെ പരിപാടിക്കൊന്നും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, അങ്ങനെയുള്ള നിങ്ങൾ ആ ദരിദ്രവും ബലഹീനമായ പഴയതിലേക്ക് ഇനിയും പോകരുത്. നീ ഓണക്കളിക്കൊന്നും പോകരുത്, ക്ലബിലെ പരിപാടിക്കൊന്നും പോകരുത്, വടംവലിക്കൊന്നും. നമുക്ക് സഭയ്ക്കകത്ത് വടംവലിയുണ്ട്, പിന്നെ വെളിയിൽ പോയി വലിക്കേണ്ട കാര്യമൊന്നും. ഇതിനകത്ത് ആവശ്യത്തിന് വടമുണ്ട്, വലിക്കാൻ ആളും സെക്രട്ടറിയും ഒരു ഗ്രൂപ്പും കൂടി ഇങ്ങോട്ട് വലിക്കുന്നു, പാസ്റ്ററും ട്രഷാറും കൂടെ അങ്ങോട്ട് വലിക്കുന്നു, പ്രസിഡൻറ്റും സെക്രട്ടറിയും കൂടി ഇങ്ങോട്ട് വലിക്കുമ്പോൾ ട്രഷാറും കമ്മിറ്റിയും കൂടെ അങ്ങോട്ട് വലിക്കുന്നു. സഹോദരിമാർ തമ്മിൽ നമുക്ക് ആവശ്യത്തിന് വടംവലിയുണ്ട്, പിന്നെ നടപടി കടന്ന് ഓണത്തിന് വടം വലിക്കേണ്ട ഒരു കാര്യവും ആരാണ്ട് പോയെന്നാണ് തോന്നുന്നത്. ഇപ്പം കോവിഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല. സ്തോത്രം. ഞാൻ ഉദാഹരണമായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ, ഇതുപോലെ നിരവധി പറയാനുണ്ട്. അത് പറഞ്ഞാൽ ഇന്ന് മുഴുവൻ അതായിരിക്കും വിഷയം. നിങ്ങളും പറയും പുള്ളിക്ക് ഒരു വിഷയം ഇല്ലാതിരുന്നപ്പോൾ അത് കയറി വന്നേ, അതുകൊണ്ട് വേണ്ട. ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് ഇനി തിരിഞ്ഞ് അതിനെ അടിമപ്പെടരുത്. ഇപ്പോൾ നാം ദൈവത്തെ അറിഞ്ഞു, ദൈവം നമ്മെ അറിഞ്ഞിരിക്കേ നിങ്ങൾ ദൈവമക്കളാ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാ. അങ്ങനെയുള്ള നിങ്ങൾ ആ ദരിദ്രവും ബലഹീനമായ പഴയതിലേക്ക് ഇനിയും പോകരുത്. അത്ര ഉള്ള അതിന്റെ ആശയം. പിന്നെ നിങ്ങൾ ദിവസങ്ങളും കാലങ്ങളും പ്രമാണിക്കുന്നു. അത് തെറ്റായിട്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. നിങ്ങളിപ്പോൾ അതൊക്കെ ആചരിക്കുന്നു. ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, സപ്തതി, ഷഷ്ടി, വിവാഹത്തിൻ്റെ 50-ാം വാർഷികം, വിവാഹ വാർഷികം. ഇപ്പോൾ ഇവിടുത്തെ തിരുവനന്തപുരത്തെ എഡീഷനിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പത്തനംതിട്ട, കോട്ടയം എഡീഷനിലൊക്കെ മനോരമയിൽ ഇപ്പോൾ പെന്തിക്കോസുകാർ ചരമവാർഷികവും കൊടുക്കാൻ തുടങ്ങി. ഇവിടെ വല്ലതും വന്നോന്ന് അറിയത്തില്ല. അത് ഒരു ചെറിയ ഭേദഗതി. സ്വർഗത്തിലെ 1-ാം പിറന്നാൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. നിങ്ങൾ വല്ലതും വായിച്ചിട്ടുണ്ടോ? ഇവിടെ തിരുവനന്തപുരം എഡീഷനിലും ഉണ്ടോ? അപ്പം പിന്നെ യഹോശാഫാത്ത് ആഹാബോട് സംസാരിച്ച പോലെ എൻ്റെ ജനവും നിൻ്റെ ജനവും ഞാനും നീ ഒരുപോലെ ഇരിക്കുന്നു. അപ്പം പിന്നെ എങ്ങനെയുണ്ട്? ഒരു ആത്മീയ പരിവേഷം കൊടുക്കുക. സ്വർഗത്തിലെ 1-ാം നിങ്ങൾ ആ ബലഹീനവും ദരിദ്രമായ ആദിപാഠങ്ങളിലേക്ക് ഇനി തിരിയരുത്. മോശമാണ്. കാരണം നിങ്ങളെ ദൈവം അറിഞ്ഞിരിക്കുന്നവരാ. സ്തോത്രം. ഞാൻ ആ ഭാഗം പറഞ്ഞിട്ട് പലരുടെയും മുഖത്തൊരു വെട്ടവും വിളിച്ചോയില്ല. പിന്നെ ഈ ലൈറ്റിൻ്റെ വെട്ടമേ ഉള്ളൂ, അല്ലാതെ ഒരു മനോസുഖത്തിലുള്ളൊരു വെട്ടം കാണുന്നില്ല. അതുകൊണ്ട് ആ ഭാഗവും പ്രസംഗിക്കുന്നില്ല. അപ്പോൾ ചോദിക്കും പിന്നെ അതെപ്പോഴാണ് പ്രസംഗിക്കുന്നത്? അതെല്ലാം ഞാൻ ദൈവം അനുവദിച്ചാൽ അടുത്ത 22-ാം തീയതി ഒരു പ്രസംഗമുണ്ട്. അത് കുറച്ച് 6 മണിക്കൂർ പ്രസംഗിക്കും ദൈവം അനുവദിച്ചാൽ. അന്നേരം അതെല്ലാം കരുതി വെച്ചിരിക്കുക. സ്തോത്രം. എവിടെയാണെന്നായിരിക്കും അമ്മ ചോദിച്ചത്? ഇവിടെ എങ്ങോ അല്ല അമ്മ, മാവേലിക്കരയല്ല. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കുക, ബലഹീനവും ദരിദ്രമായ ആരുപാടിലേക്ക് തിരിഞ്ഞു പോകരുത്. നിങ്ങൾ ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി പോയോന്ന് ഭയപ്പെടുന്നു. പൗലോസ് പറയാ, നിങ്ങളുടെ ഇപ്പോഴത്തെ പോക്കും രീതിയും കണ്ടിട്ട് എനിക്ക് ഭയം വരുന്നെന്ന് പൗലോസ് പറയാം. ഗലാത്യരോട് പറയാ, നിങ്ങളുടെ ഇപ്പോഴത്തെ രീതിയും പോക്കും ഒക്കെ കണ്ടിട്ട് പേടി വരുന്നു. ഇപ്പോഴത്തെ പെന്തിക്കോസുകാരുടെ പോക്കും രീതിയൊക്കെ കണ്ടിട്ട് ഭയം വരിക. സ്തോത്രം. പേടി വരുന്നു. ഇതെവിടെ ചെന്ന് നിൽക്കും, എങ്ങനെ ആകും? ആട്ടെ, നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. അപ്പോൾ ഒരു കാലത്ത് ദൈവത്തെ അറിയാതെ, ദൈവം ആരാണെന്ന് അറിയാതെ അന്ധകാരത്തിന്റെ കുടിയിൽ കിടന്ന എന്നെയും നിങ്ങളെയും യേശുക്രിസ്തു മുഖാന്തരം ദൈവം രക്ഷിച്ചു. ഇപ്പോൾ നാം ഒരു ദൈവ പൈതലായി തീർന്നിരിക്കുക. ക്ലബിന്റെ പരിപാടിക്ക് പാസ്റ്റർ വേണം പ്രാർത്ഥിച്ച് കബഡി കളി. സ്തോത്രം. ഈ വേർപാട് പാലിക്കണം. ഈ വേർപാട് പാലിക്കാന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് മിണ്ടാതിരിക്കുന്നതല്ല. അങ്ങനെ ഞങ്ങൾക്ക് ധാരണയുണ്ട്. വേർപാട് ആരോടും മിണ്ടുകയില്ല, ഇടിച്ചാൽ പോലും മിണ്ടുകയില്ല. എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. നിനക്ക് വട്ട. എടാ, വേർപാടെന്ന് പറഞ്ഞാൽ ആരോടും മിണ്ടാതിരിക്കുന്നതല്ല. അയലത്തുകാരോട് മിണ്ടണം, സഹോദരങ്ങളോട് മിണ്ടണം, ചാർച്ചക്കാരോട് മിണ്ടണം, ഒരുത്തരോട് മിണ്ടാതിരിക്കരുത്. സകല മനുഷ്യരോട് സമാധാനം ആചരിച്ച് ശുദ്ധിയോട്, അങ്ങനെ പ്രമാണം. ഈ വേർപാടെന്ന് പറഞ്ഞാൽ തമ്മിൽ മിണ്ടാതിരിക്കോ വിളിക്കോ പറയോ ഇരിക്കുന്നില്ല. പല ആചാരങ്ങളും പാരമ്പര്യങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് പാടില്ല. അതിൽ നിന്ന് വേർപാട് വേണം.
ഇതാ 28 കെട്ടിന് പോകും, മാമോദിസയ്ക്കും പോകും, ആണ്ടിയാത്തത്തിന് പോകും, അടിയന്തരത്തിനും പോകും, സകല കേസിനകത്തും ബർത്ത്ഡേ ആഘോഷിക്കും, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കും, സപ്തതി ഷഷ്ടി മുഴുവൻ ആഘോഷിക്കും, ചർച്ചിലും വരും, ഈസ്റ്റർ ആഘോഷിക്കും, ക്രിസ്തുമസിന് അന്നൊരു പരസ്യയോഗം, വേറെ ഒരു ദിവസവും പരസ്യയോഗം. ഡിസംബർ 24 തീയതി പാതിരാത്രിക്ക് ഒരു ടെമ്പോയ്ക്കകത്ത് 2 തമ്പേറും, വേറൊരു ദിവസം വേറെ ഈ 365 ദിവസം 364 ദിവസവും പരസ്യവും നടത്താൻ അന്ന് മാത്രം ഒരു ആത്മഭാരം. എന്നെ എല്ലാവർക്കും ഒരു അരുതാഴിയെ പോലെ വേർപാട് പാലിക്കണം. ഇത് ക്രിസ്തുമസ് കേക്ക് തിന്ന് ആരാണ്ട് കൊണ്ട് കൊടുത്തറ കാശ് കൊടുത്ത് മേടിച്ചതല്ല. അന്നത് കിട്ടിയാൻ പറയണ്ടേ, ഞങ്ങൾ ഇത് ഉപയോഗിക്കുകയല്ല, കേക്ക് ഉപയോഗിക്കും. ഈ ചടങ്ങ് ഞങ്ങൾക്ക് പറയണ്ടേ, അത് മുറിച്ചങ്ങ് കവള് നിറച്ചു നിന്ന് വെച്ചോണ്ടോ. വേർപാടുമില്ല, യാതൊരു പ്രമാണവുമില്ല. ഈശ്വരം ആഘോഷിച്ചു, അപ്പോ താറാവ് കയറി, മൂക്ക് മുട്ട തിന്നില്ല, വേർപാടില്ല. അവർ ആദ്യകാല പൊങ്കാലയ്ക്ക് പോയിട്ട് അതിന്റെ കൊണ്ട് തന്നു, അതും തിന്നു. സ്വത്രത്തോട് കൂടി ഭക്ഷിക്കുന്നെങ്കിലൊന്നും അങ്ങനെയല്ലേ ബാക്കി. മനസ്സിലാകുന്നുണ്ടോ? വേർപാട് പാലിക്കണം. ഓണം ഉണ്ടാകാൻ ക്ഷണിച്ചു. നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടാക്കില്ല, അന്ന് നമ്മുടെ സഭയിൽ ഉപവാസ പ്രാർത്ഥന അങ്ങനെയുള്ള ജാഗ്രതയുണ്ട്. ആ ഓണത്തിന്റെ ദിവസം തന്നെ അത് വെക്കുന്നതാണ് പിള്ളേർ വേറെ വഴി കൂടെ പോവുകയും ചെയ്യും. അവിട്ടം ചതകം പൂരിട്ടാതി ഉത്തിട്ടാതി രേവതി ഉപവാസ പ്രാർത്ഥന വല്ല കാര്യമുള്ള കാര്യമാണ്. അന്ന് തന്നെ ഉപവാസ പ്രാർത്ഥന കൊച്ചുങ്ങൾ അന്നേരം അന്ന് തന്നെ. പിന്നെ ചിലർ വെക്കുന്നത് അവധിയുള്ള ദിവസങ്ങളായതുകൊണ്ട് എല്ലാവർക്കും കൂടെ കൂടാന്നൊക്കെ പറഞ്ഞ ആര് ബോധിക്കാണ്. അന്നേരം ഓണത്തിന് വരുമ്പോൾ അനിയത്ത് ക്ഷണിച്ചു. ഉടനെ പിള്ളേരുമായിട്ട് അങ്ങോട്ട് പോയി. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയില്ല, അവിടെ പോയി ഉപ്പേരി ഏതാ പിന്നെ ഉണ്ടല്ലോ ശർക്കര വരട്ടി, നല്ല ടേസ്റ്റ് ആയിരുന്നു ശർക്കര വരട്ടി കേട്ടോ. എല്ലാം തിന്ന് കിടക്കുക. മനസ്സിലാകുന്നുണ്ടോ? വേർപാട് പാലിക്കണം. സ്തോത്രം. വേർപാട് പാലിക്കണം. അപ്പൊ ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം അവർ വേർപാട് പാലിക്കുന്നവരാണ്. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ലെന്ന. ദൈവമക്കൾ എല്ലാ ഇടങ്ങളിൽ എവിടെ പോയാലും വേർപാടുണ്ടായി. അതിന് ഉദാഹരണമായി യോസേപ്പ് ചേട്ടന്മാരും എല്ലാം കൂടെ അടുക്ക വന്നപ്പോൾ യോസേപ്പ് പറഞ്ഞു, നമ്മൾ നാളെ പറവോനെ കാണാൻ പോവുകയാണ്. അപ്പം പറവൻ ലോകിയൊക്കെ ചോദിക്കുമ്പോൾ ചോദിക്കും, തൊഴിൽ എന്നാന്ന് ചോദിക്കും, തൊഴിൽ. എന്നാലും നിങ്ങൾ സത്യം അങ്ങ് പറയണം, ഞങ്ങളുടെ പിതാക്കന്മാരും എല്ലാം ബാല്യം മുതൽ ഗോപാലകന്മാരാണ്, കന്നുകാലികളെ മേയിക്കുന്നതാ ഞങ്ങളുടെ തൊഴിൽ. ഇത് പറഞ്ഞ അത് യോസേപ്പ് മനഃപൂർവ്വം പറയിപ്പിച്ചതാ. കാരണം ഇടയന്മാരും മിസ്രൈമർക്ക് വെറുപ്പാണ്, അവരുമായിട്ട് ഒന്നിച്ച് ഭക്ഷണം പോലും കഴിക്കത്തില്ല. അപ്പൊ അത് യോസേപ്പിന് അറിയാം ഇവിടുത്തെ രീതി. അപ്പൊ ഇടയന്മാരാന്ന് പറയുമ്പോൾ പിന്നെ മിസ്രൈമർ ഇവരുമായിട്ട് വലിയ സമ്പർക്കത്തിന് പോകുക. അപ്പൊ ഇവര് സ്പെഷ്യൽ കേസായിട്ട് അവിടെ നിന്നോളും. ഇത് പറയാതിരുന്നാൽ അവരിവരും കൂടെ ഇടപെട്ട് അതേതാ ഇതേതാന്ന് പിന്നെ കുറെ നാൾ കഴിഞ്ഞാൽ അറിയത്തില്ല. ഒരു 50 കൊല്ലം ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ ഏതാ മിസ്രൈം ഏതാന്ന് അറിയാതിരിക്കും. ഇപ്പൊ അങ്ങനല്ലേ, പെന്തിക്കോസ് ഏതാ സമുദായം ഏതാ ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. സഭയെ വന്നില്ല, അയ്യോ പെന്തിക്കോസിലായിരുന്നല്ലേ, പിന്നെ നമ്മളെ ടൗണിൽ വെച്ച് കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല. അത് തിയേറ്ററിൽ പോയപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ആൾക്കാർക്ക് ഇപ്പൊ അതാ ഇഷ്ടം, ആരും അറിയാതെ പമ്മി നടക്കണമെന്നാണ്. വേർപാട് പാലിക്കണം. ഒരു ദൈവ പൈതൽ എവിടെ പാർത്താലും വേർപാട് പാലിക്കണം. സ്തോത്രം. എല്ലാ വിഷയത്തിലും വേർപാട് വേണം. വസ്ത്രധാരണത്തിൽ വേർപാട് വേണം. നമ്മുടെ വസ്ത്രധാരണം കാണുമ്പോൾ അറിയാം ഇത് പെന്തിക്കോസാണ്, അറിയണം. പഞ്ചാബികളെ എവിടെ വെച്ച് കണ്ടാലും പിടികിട്ടും. എങ്ങനെ അറിയാം? പഞ്ചാബി സഹോദരന്മാർ കേരളത്തിൽ വന്നാലും അറിയാതെ പഞ്ചാബിയാണെന്ന് പറഞ്ഞ് നടക്കുകയാണോ? ആണോ? അല്ലല്ലോ, ഒറ്റ നോട്ടത്തിൽ പിടിക്കട്ടെ പഞ്ചാബിയാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ പാലിക്കുന്ന മുസ്ലിം സ്ത്രീകളെ എവിടെ വെച്ച് കണ്ടാലും അറിയാം. നമ്മളിപ്പോ തർക്കത്തിനും മാനത്തിനുമല്ല, ഞാനതിന് ഉദാഹരണം പറയാം. ഞാൻ ദൈവകൃപയിൽ ശരണപ്പെട്ട് പല സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ വിമാനത്തിലൊക്കെ കയറുമ്പോൾ അവരെ കണ്ടാലറിയാം
വിമാനത്തിൽ ഇരുന്നാലും അമേരിക്കയ്ക്കൊക്കെ പോകുമ്പോൾ മുസ്ലിം സ്ത്രീകൾ വിമാനത്തിലുണ്ട്, അവരെ അറിയാം. എങ്ങനെ അറിയാം? പറ. നമ്മുടെ സഹോദരിമാരെ കണ്ട എയർപോർട്ടിൽ വെച്ച് ഒരു പാൻറ്റും വലിച്ചു കെട്ടി ഒരു മിടി ഇട്ടേച്ച് ഒരു ബെന്നി ഇട്ടോണ്ട് തള്ളയല്ല. മനസ്സിലാകുന്നില്ല. അവരെ എവിടെ വെച്ച് കണ്ടാലും അറിയാം. ലണ്ടൻ പട്ടണത്തിൽ ചെന്നപ്പോഴും അവരെ കണ്ടപ്പോൾ അറിയാം. ഞാൻ ഉദാഹരണമായി പറഞ്ഞു. സ്തോത്രം, സ്തോത്രം. ഒരു ദൈവ പൈതലിനെ എവിടെ വെച്ച് കണ്ടാലും ഈ മുസ്ലിം സ്നേഹിതന്മാര് അല്ലെ പള്ളിയിലെ ചുമതല വഹിക്കുന്നവരെ എവിടെ വെച്ച് കണ്ടാലും മനസ്സിലായില്ലേ? ആ തലയെക്കെട്ടും ആ വസ്ത്രധാരണവും എന്നാലും നമ്മൾ മനസ്സിലാക്കിയത് ഉസ്താദാണ്. അതാ ഉസ്താദിനെ എവിടെ വെച്ച് കണ്ടാലും നമ്മുടെ ഉസ്താദന്മാരെയോ, നമ്മുടെ എല്ലാം ഉസ്താദന്മാരാ. ചുമ്മാ നടക്കുന്ന ഒറ്റ രാത്രി കൊണ്ട് ഉസ്താദാകുക. ഉറങ്ങാൻ കിടന്നപ്പോ ഒരു കുഴപ്പമില്ല, നേരം വെളുത്തപ്പോ പാഷ് പുള്ളി പാഷ്. എവിടുത്തെ പാഷ? പുള്ളി പാഷ. എവിടുത്തെ പാഷ? അവന്ന് ചോദിക്കേണ്ട പാഷ ഏത് ഭാഷ? തന്നെ തന്നെ ഭാഷ ആകില്ല. ഈ എല്ലാവരും കയറി പാസ്റ്റർ എന്ന് വിളിക്കരുത്. നീച്ച പഠിച്ചതെല്ലാം പാസ്റ്റർമാരില്ല. അങ്ങനെയാണ് നമ്മൾ കേക്കർനാഥനെ മാറ്റി എല്ലാം പാസ്റ്റർ എന്ന് വിളിക്കണമായിരുന്നു. നീച്ച പഠിച്ചവരില്ലായിരുന്നു. വെള്ളവസ്ത്രം ധരിച്ചത് കൊണ്ട് പാസ്റ്റർ ആകുകയല്ല. ഒരാൾ വെള്ള ഷർട്ട് ഇടണോ? മീശയില്ല, വെള്ള ഷർട്ട്. പക്ഷെ അവന് ഇതെന്നാന്ന് പോലും അറിയാൻ മേല. പക്ഷെ ദൈവമക്കളോടാ പറയുന്നത്, കേൾക്കുന്നവരോടെല്ലാം പറയാ. ചുമ്മാ കയറി പാസ്റ്റർ എന്ന് വിളിക്കരുത്. ചോദിക്കണം, ചേട്ടാ എന്തോ ചെയ്യാ? അന്നേരം ചിലപ്പോൾ പറയും ഞാന് പാസ്റ്ററാണ്. ചെല്ല് പറയും. ഏത് സഭയാ? ഉപദേശൈക്യമുള്ള സഭയാണോ എന്ന് പറഞ്ഞാൽ രക്ഷ, സ്നാനം, പരിശുദ്ധാത്മാവ്, വേർപാട്, വിശുദ്ധ ജീവിതം, തിരുമേശ, അപ്പോസ്തല ജീവിതം അത് വിശ്വസിക്കുന്ന ആളാണോ? അപ്പം പറയും അതെ. ആട്ടെ, അങ്ങനെ വിശ്വസിക്കുന്ന ഏത് കൂട്ടായ്മയിലാണ് നിൽക്കുന്നത്? ഞാൻ ഇന്ന കൂട്ടായ്മയില്. ആട്ടെ, എവിടെയെങ്കിലും വേറെ പുസ്തകം പഠിച്ചതാണോ? ഒന്നെങ്കിൽ ബൈബിൾ സ്കൂളിൽ പഠിച്ചതാണോ? അല്ലെങ്കിൽ സീനിയർ പാസ്റ്ററുടെ കൂടെ ഒരു 4-5 കൊല്ലം കണ്ടും കേട്ടും ഒക്കെ പഠിച്ചതാണോ? പഠിച്ചതാ. ഏത് പാസ്റ്ററുടെ കൂടാ? അപ്പം പറയാം അവൻ ഇന്നയാള്. ആട്ടെ, ഇപ്പൊ എത്ര വർഷമായി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട്? ഞാനിപ്പോ 15 കൊല്ലമായി. ആട്ടെ പാസ്റ്ററെ, മുമ്പ് ചേട്ടാന്ന് വിളിച്ചത് ക്ഷമിക്കണം പാസ്റ്ററെ. മനസ്സിലാകുന്നുണ്ടോ? ചുമ്മാ ഇങ്ങനെ പാസ്റ്ററെ അവന് സ്തോത്രം. ഇവന് പുസ്തകക്രമം പോലും അറിയാമല്ല ഭാഷ. ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തരിക. ചുമ്മാ കയറി എല്ലാവരും കൊച്ചുങ്ങളെല്ലാം കയറി പാസ്റ്റർ എന്ന് വിളിക്കരുത്. കൊച്ചു മാസ്റ്റർ, അങ്ങനെ ഒരു മാസ്റ്റർ ഉണ്ടോ വേദോത്തത്തിൽ? കൊച്ചു മാസ്റ്റർ മറ്റേ അത് വലിയ മാസ്റ്റർ. വലിയ മൂപ്പനും കൊച്ചു മൂപ്പനും ഇല്ല, കൂട്ടുമൂപ്പൻ എന്നാ എഴുതിയേക്കുന്നത്. വലിയ മൂപ്പനും കൂട്ടുമൂപ്പൻ. അതുകൊണ്ട് എല്ലാവരും കയറി പാസ്റ്റർ എന്ന് വിളിക്കരുത്. അപ്പൊ ഞങ്ങളുടെ റാന്നിലെ കുഞ്ഞുമന ഒരാൾ വിളിച്ചത് തോസുട്ടിയെ. അവനെ പുള്ളി പറഞ്ഞു, അച്ഛാ ഞാൻ പാസ്റ്ററാണ്. ഞാൻ വെച്ചാൽ നല്ല പൊള്ളിച്ച് പറ, എടാ ഞാൻ നിന്നെ പാസ്റ്റർ എന്ന് വിളിച്ചാൽ ഞാൻ പിന്നെ പാസ്റ്റർമാരെ എന്നാ വിളിക്കും? ഞാൻ നിന്നെ പാസ്റ്റർ എന്ന് വിളിച്ചാൽ ഞാൻ പിന്നെ പാസ്റ്റർമാരെ എന്നൊക്കെ മനസ്സിലായി കാണും. സ്തോത്രം. ആട്ടെ, ദൈവമക്കൾ ശക്തമായ വേർപാട് പാലിക്കണം. വേർപാട് പാലിക്കും. ഇപ്പം പാസ്റ്റർമാരെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സഭയിൽ ഒരു കൊല്ലം ഒന്നും നിൽക്കണ്ട. 2 പാട്ട് പാടി 3 മറുഭാഷയും പറഞ്ഞ ഓർഗൻ വായിക്കുന്ന ട്യൂണിലൊരു മറുഭാഷ. ഹല്ലേലൂയ, ആ ട്യൂണ് വരികയല്ലേ? നമുക്കത് കേൾക്കുമ്പോൾ അറിയാം ഇത് ആത്മാവിലൊന്നും അല്ല, ഇവൻ ഇതിന് ട്യൂണിൽ അങ്ങ്. മനസ്സിലാകുന്നില്ലല്ലേ? മനസ്സിലാകാഴിയൊന്നുമില്ല. നിങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നെ എന്നോട് കയറി കൊമ്പ് കൊടുക്കാത്തതാണെന്ന് എനിക്കറിയാം. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം. ദൈവമക്കൾ ശക്തമായ വേർപാട് പാലിക്കണം. അപ്പൊ യോസേഫ് പറഞ്ഞു, ഈ കന്നുകാലികളെ മേയ്ക്കുന്നതെന്ന് പറഞ്ഞേക്കണം. ഇടയന്മാരാണ്. ഇടയന്മാര് വെറുപ്പാ. അത് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇവിടെ തങ്ങണ്ട, ഗോശൻ ദേശം എടുത്തോളാൻ സെപ്പറേറ്റ് ആക്കി. അതുകൊണ്ടാണ് ഈ ബാധ വന്നപ്പോ അവിടെ ഏറ്റത് ഇവിടെ ഏക്കാഞ്ഞതും. അങ്ങനെ നിന്നത് കൊണ്ടാണ് ഒറ്റയടിക്കല്ലേ പോന്നത് എന്ന് പറഞ്ഞാൽ ഇതിനിടെ കഴിഞ്ഞ തപ്പി നടക്കുമെന്നും വേണ്ട, ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ ആബിഗേലും യാക്കോബിന് പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം വേർപാട് പാലിക്കണം. നീ ഏത് ദേശത്തും ഏത് രാജ്യത്തും ഏത് സ്ഥലത്ത് പാർത്താലും വേർപാട് പാലിക്കണം. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന അപ്പുറത്തെ വീട്ടിൽ അവര് നമുക്ക് നേർച്ച സാധനം കൊണ്ട് തന്നു. അവര് സ്നേഹത്തിലായിരിക്കും തരുന്നത്, അവർക്ക് ഇത് അറിയത്തില്ല. അവരുടെ വീട്ടിലൊരു ചടങ്ങുണ്ടായി, അല്ലെ അവരുടെ അപ്പം മരിച്ചതിന്റെ ഓർമ്മ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി അവർ നമ്മൾ കൊണ്ട് സ്നേഹത്തിൽ തരുന്നതാണ്. അവർക്കിത് അറിയത്തില്ല. അന്നേരം അവർ കൊണ്ട് തരുമ്പം ഉടക്കുണ്ടാക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യരുത്, മേടിച്ച് തിന്നുകയും ചെയ്യരുത്. അവരോട് വളരെ സൗമ്യമായി വളരെ ശാന്തമായിട്ട് പറയണം. ഉദാഹരണം, അയ്യോ കമലമ്മ ചേച്ചി, ഞങ്ങൾക്ക് ഇത് കഴിക്കാൻ ഒക്കത്തില്ല. അവർക്ക് സമയവും കേൾക്കാൻ താല്പര്യമുണ്ട്, വേറെ പുസ്തകവും കൂടെ എടുത്തൊന്ന് വായിച്ച് കേൾപ്പിക്കണം. സ്തോത്രം. വാക്യം അറിയാൻ മേലെ ഞാൻ പറഞ്ഞു തരാം, യോഗം കഴിഞ്ഞു. അത് സ്നേഹത്തിൽ പറയണം, സൗമ്യമായിട്ട് പറയണം, വളരെ ശാന്തമായിട്ട് പറയണം. അങ്ങനെ പുസ്തകത്തിലെ പ്രമാണം, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. അപ്പൊ അവരോട് പറയണ, കമലമ്മൻ ചോദിച്ചു, ഞങ്ങൾ നേരത്തെയൊക്കെ കഴിക്കുമായിരുന്നു, ഇപ്പൊ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, അപ്പൊ നമുക്ക് വേണേൽ സുവിശേഷം പറയാനൊരു മുഖാന്തരമാണ്. അപ്പൊ ചോദിച്ചു, അവർ ചോദിക്കും രക്ഷിക്കപ്പെട്ടു, അത് പറയാം. അപ്പൊ സാക്ഷി വന്ന് പറയണം ചുരുക്കത്തിൽ, ഞാൻ രോഗിയായിട്ട് ഉള്ള മെഡിക്കൽ കോളേജ് മുഴുവൻ കയറി അങ്ങേയറ്റം പറ്റിയതാ, പ്രാർത്ഥിച്ച് യേശു സൗഖ്യം തന്നതാ. അത്രയും പറഞ്ഞാൽ മതി. അല്ലെ, എന്റെ ഭർത്താവ് മുഴുവൻ മദ്യപാനിയായിരുന്നു, വീട്ടിൽ ഒരു സമാധാനം ഇല്ലായിരുന്നു, ഒടുവിൽ അദ്ദേഹം സുവിശേഷം കേട്ട് യേശുവിനെ അറിഞ്ഞു, നല്ല സ്വഭാവമായി, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനമായി. ഇത് അവരോട് അത് പറയാനും ഒരു മുഖാന്തരമായി. അപ്പൊ അവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നും കഴിക്കാനൊക്കത്തില്ല, അതുകൊണ്ട് കൊണ്ടുവന്നതിൽ സന്തോഷം, ഞങ്ങൾ പ്രാർത്ഥിക്കാം കേട്ടോ, പ്രാർത്ഥിക്കാം, എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പറയണേ, പ്രാർത്ഥിക്കാം, ദൈവത്തിന് മകത്ത് പിന്നീട് ഒരിക്കൽ നമുക്ക് ഇതിനെപ്പറ്റി വിശദമായിട്ട് പറയാം എന്ന് സൗമ്യമായിട്ട് പറയണം. അപ്പൊ അങ്ങനെ അന്ന് പറഞ്ഞാൽ പിന്നീടൊരു അവസരം അവർ പിന്നെയും കൊണ്ടുവരത്തുമില്ല, പിണങ്ങുകയും വേണ്ട. അപ്പൊ അവരെ തുറക്കുമ്പോൾ നമുക്ക് അപ്പുറത്തേക്കോ അവരതൊന്നും കഴിക്കുകയില്ല, അവര് പെന്തിക്കോസുകാരാണ്. ഇവിടെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചടങ്ങൊന്നുമില്ലല്ലോ, എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത് അവർക്കും കൊടുക്കണം, അവര് കഴിക്കും. കാരണം ഇത് ചടങ്ങല്ലല്ലോ. അവിടെ പ്രായമുള്ള അമ്മയോ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കണം, വീട്ടിലുണ്ടാക്കുന്നത്. അവരുടെ കിണറ്റിൽ വെള്ളമില്ല, നമ്മുടെ കിണറ്റിൽ വെള്ളമുണ്ട്, വന്ന് കോരിക്കൊണ്ട് കൊള്ളാൻ പറയണം. ഇല്ലെങ്കിൽ ആ മോട്ടർ അടിക്കുന്ന പൈപ്പ് അങ്ങോട്ട് ഇട്ട് അവരുടെ മതിലിന്റെ അവിടെ ഇട്ടിട്ട് ആവശ്യത്തിന് എടുക്കാൻ പറയണം. ഇതിനകത്ത് വെള്ളം ഉണ്ടല്ലോ, അന്നേരം അവർക്ക് വേണക്കോ. നമ്മുടെ മുറ്റത്തിന് നല്ല പൂവൻ കൊല വെട്ടി അത് പഴുക്കുമ്പോൾ ഒരുപാട് പഴം അവർക്കും കൊടുത്തേക്കണം. എന്നാ അല്ല, മുഴുവൻ തിന്നരുത്, ചീഞ്ഞതും കൂടെ അങ്ങ് തിന്നുക, ഒരു പടലേ അവർക്കും കൊടുത്തേക്കണം. നമ്മുടെ പ്ലാവേ ചക്കയുണ്ട്, വളഞ്ഞ ചക്ക 3-4 ഇടുമ്പോൾ ഒരു ചക്ക അവർക്ക് കൊടുത്തേക്കണം. മനസ്സിലാകുന്നുണ്ടോ ഇത് വല്ലോ? സ്തോത്രം. നമ്മൾ ടൗണിലോട്ട് പോകും, അവർക്ക് വണ്ടിയില്ല, ചോദിക്കണം ഞങ്ങൾ ടൗണിൽ പോവാ, സാധനം വല്ലതും മേടിക്കാൻ ഞങ്ങളുടെ കൂടെ വാ, ഞങ്ങൾ പോയിട്ട് വരുമ്പോ സന്തോഷമല്ലേ? അല്ല, അവർ ഇപ്പൊ ഒന്നും വേണ്ട, എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ മേടിച്ചോണ്ട് വരാം. ഇതൊക്കെ ഗുണം ചെയ്യണ്ടേ? അല്ല, നീ സന്ധ്യ ആകുമ്പോ തമ്പേർ തല്ലി പൊട്ടിച്ചോട്ട് മാത്രം ഇരുന്ന അവനപ്പുറം ഇഷ്ടിയൊക്കെ എറിഞ്ഞ് നിന്റെ ഉച്ച കളി ഗുണം ചെയ്യാതെ. ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇതിന്റെ നടുവിൽ വേർപാട് പാലിക്കണം. അവർക്ക് മനസ്സിലാക്കണം നീ ദൈവ പൈതലാണെന്ന്. സ്തോത്രം, സ്തോത്രം. യുവജനോത്സവത്തിന് ടീച്ചേഴ്സും മിസ്സും പ്രിൻസിപ്പലും എല്ലാം കൂടെ പറഞ്ഞു, പേരെന്നാ സ്കറിയ, പിള്ളേരുണ്ടോ? എത്ര പിള്ളേര്? മോനോ മോളോ? 2 ആൺപിള്ളേര്. എന്തോ പ്രായമായി? 9, 7. നമുക്ക് എത്ര പിള്ളേരുണ്ട്? എന്തോ പ്രായമുണ്ട്? മോനോ മോളോ? മൂത്ത മോളോ എന്തോ പ്രായമുണ്ട്? 8 വയസ്സ്. അപ്പൊ നമ്മളെ പെടും കൂടാ. പേരെങ്ങനെ? പ്രദീപ്. 9 വയസ്സ് മോക്ക്, 8 വയസ്സ്. അപ്പൊ സ്കൂൾ യുവജനോത്സവം മിസ്സും പ്രിൻസിപ്പലും എല്ലാം കൂടെ പറഞ്ഞു, മോടെ പേരെന്നാ? മെറിൽ സാറാ. മെറിൻ സാറായ യുവജനോത്സവം നടക്കുക. അവളെ നമുക്ക് കുച്ചിപ്പിടി പഠിപ്പിച്ച് അരങ്ങേറ്റം വിടുവോ? അതാ വിളിച്ചായിരുന്നു. എത്ര കൃത്യമായിട്ട് ഞാൻ പറഞ്ഞേ. വിട്ടില്ലല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. ആ പുള്ളി പറ്റുകയല്ലെന്ന് പറഞ്ഞു, അത് അങ്ങനെ പറയണം. അല്ല മിസ്സേ, ഞാനൊന്ന് നോക്കട്ടെ. ഞങ്ങള് കുടുംബമായിട്ട് ആലോചിക്കും. അവള് പറയും എനിക്ക് പോകണം, പോയില്ല, എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ അവളെ നീ കുച്ചിപ്പിടിക്ക് വിട്ടാൽ 18 വയസ്സായുമ്പം അവൾ കുച്ചിപ്പിടി കാണിച്ച് നിന്റെ ഉച്ചി പിടിക്കും.
മനസ്സിലായോ? വേർപാട് പാലിക്കണം. അപ്പം മിസ് ചോദിച്ചു, അതിനാ നിങ്ങൾ അങ്ങനെ അവർക്ക് നല്ല കഴിവാ. അവിടെ കഴിവ് ദൈവനാമത്തിന് വേണ്ടിയാ. പെന്തിക്കോസുകാരാണ് പറഞ്ഞു അങ്ങനെ വേണം. എഴുന്നേറ്റ് എല്ലാവരും ഒന്ന് കാണട്ടെ. കണ്ടുപിടിക്കും. ഇത് മോളെ ഡാൻസിനും വിട്ട് കുച്ചിപ്പിടിക്കും, ഭരതനാട്യവും ഒപ്പനയ്ക്ക്. മോളെ ഒപ്പന നല്ല ഒപ്പനയാ കേട്ടോ. അതൊക്കെ പോകുന്നവർ പോകും. പെന്തിക്കോസുകാരുടെ കാര്യമായി പറഞ്ഞത്. ഈ കുഞ്ഞുങ്ങളെ മേർപാട് പാലിച്ചു വളർത്തണം. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഉദാഹരണമായിട്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. ദൈവമൈതല കുഞ്ഞുങ്ങൾക്ക് കൊച്ചു പിള്ളേരോട് പറയണം, മോളെ നമുക്ക് എല്ലാ വസ്ത്രം, അമ്മമാര് പറയണം നമുക്ക് എല്ലാ വസ്ത്രവും ധരിക്കാൻ ഒക്കത്തില്ല. നമ്മൾ പെന്തിക്കോസുകാരാ, സഭയിൽ പോകുന്നവരാ, നമ്മൾ വേർപെട്ട ദൈവ മക്കളാ. അപ്പുറത്തെ കാര്യം ഇപ്പുറത്തെ കാര്യം കാണിക്കുന്നൊന്നും നമ്മൾ അത് കുഞ്ഞുങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അമ്മമാര് അമ്മ ഇപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെല്ലാം തലയെ തുണിയിട്ടുകൊണ്ട് വന്നു. അങ്ങനെ വേണം. കൊച്ചു പെൺപിള്ളേരെ അത് ശീലിപ്പിക്കണം. ഇപ്പൊ ബോധമില്ലാത്ത കുറെ അവളുമാർ ഇറങ്ങിയിട്ടുണ്ട്. ശുശ്രൂഷ, ബ്രദർ ശുശ്രൂഷിക്കുന്നു, സിസ്റ്റർ തലയിലും തുണിയില്ല. സഹോദരിമാര് മൂടുപട വിടണം. വേദപുസ്തകത്തിലെ പ്രമാണമാണ്. ആ പൊട്ടൻ അപ്പുറം നിൽക്കുക, അവള് തലയിൽ തുണി ഇടണം. ഈ പൊട്ടൻ പറഞ്ഞു കൊടുക്കണ്ടേ? പറഞ്ഞു കൊടുത്ത അവള് നല്ല തേമ്പും ബെതറും സിസ്റ്ററും. ഇവനെല്ലാം ബെതറാ. ബെതർ അതിന് നല്ല മാർഗമുണ്ട്. നൈസിൽ പൗഡർ ഇടണം. ബെതറിന് പണ്ടുണ്ടായിരുന്നു നൈസിൽ. ബെതർ വേർപാട് പാലിക്കണം. പ്രൈസ് ദി ലോർഡ്. ശക്തമായ വേർപാട് പാലിക്കണം. ഈ ന്യായാധിപന്മാരുടെ പുസ്തകം നിങ്ങൾ പഠിച്ചാല് ഈ ദാൻ ഗോത്രക്കാർക്ക് അവകാശമൊന്നും കിട്ടിയില്ല, ദാൻ മക്കൾക്ക്. അപ്പം അവര് പറഞ്ഞു നമുക്കൊരു അവകാശം വേണമല്ലോ. അവർ 5 പേരെ സെലക്ട് ചെയ്ത് 5 പേരെ സെലക്ട് ചെയ്ത് വെച്ച് ഇവര് ലയീഷിലേക്ക് വിട്ടു. അവരതിനടുത്ത് വന്ന് മീഖാവിന്റെ വീട്ടിൽ വന്നപ്പോൾ അവിടെ ഒരു തന്നെ കൂലിക്ക് പാസ്റ്റാക്കി വെച്ചേക്കുക. നിങ്ങൾ പുസ്തകം വായിക്കുന്നവർക്ക് കൂലിക്ക്. അവന്റെ വീട്ടിലൊരു ബിംബമൊക്കെ ഉണ്ട്. അപ്പം ഒരു വന്നൊരു ലേവിനാന്ന് കണ്ടപ്പോൾ പറഞ്ഞു എന്നാൽ ഞങ്ങളുടെ പാസ്റ്റായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു. കാശ് വല്ല ശമ്പളം. ഞാൻ ആ അധ്യായം എടുത്താൽ പിന്നെ അവിടെ നിന്ന് പറയേണ്ടി വരും. അപ്പൊ പുള്ളി ഇങ്ങനെ അവിടെ പ്രത്യേക ശുശ്രൂഷകളാണ് മീഖാവിന്റെ വീട്ടിൽ. കോട്ടയം മീറ്റിംഗ് മാത്രം നടത്തുന്ന ആളാണ്. അപ്പം ദാൻമക്കള് അവകാശം കിട്ടാൻ വേണ്ടി അന്വേഷണം നടത്തി ഒരു 5 പേരെ സെലക്ട് ചെയ്ത് വിട്ടു. അവര് സൂക്ഷ മീഖാവിന്റെ വീട്ടിൽ. അപ്പൊ അവിടെ ചോദിച്ചപ്പോൾ ശബ്ദമെല്ലാം കേട്ടപ്പോൾ ലേവിന്റെ ശബ്ദം പോലിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് സ്തോത്രവും പ്രൈസ് ദി ലോർഡ് ജീസസ് ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഓർത്തോണം, സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. നമുക്ക് ഇന്ന് രാത്രി ഈ സർവശക്തനായ ദൈവം, അത് ഈ വേദപുസ്തകത്തിൽ പല ഭാഗത്ത് ആ പ്രയോഗമുണ്ട്. സർവശക്തനായ ദൈവം. അങ്ങനെയുള്ള 1-2 പദങ്ങൾ ഇന്ന് രാത്രി എടുത്ത് അതിൻ്റെ ചില കാര്യങ്ങൾ ചിന്തിച്ച് നമുക്കങ്ങ് നിർത്താം. ഒരു വാക്യം വായിച്ചേ. അവിടെ സർവശക്തൻ എന്ന ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യം വായിച്ചാട്ടെ. അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായ അവനോട്. ഒന്നുകൂടെ വായിച്ചേ. അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. മതി. ഞാൻ ഈ പുസ്തകം ഉടനീളം ഇങ്ങനെ പരതിയപ്പോൾ എന്നേക്കാൾ നന്നായിട്ട് പഠിച്ചവരാ നിങ്ങൾ. ഏതാണ്ട് 10-20 സ്ഥലത്ത് സർവശക്തനായ ദൈവം എന്നുള്ള പ്രയോഗമുണ്ട്. അപ്പം 20 എന്ന് പറയാൻ ഒക്കത്തില്ല. പിന്നെ ഈ ഇരിപ്പാണെങ്കിൽ 2 എണ്ണം പോലും പറയുകയല്ല. സ്തോത്രം. നമുക്ക് ചിന്തിക്കാം. ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. അബ്രാമിന് 99 വയസ്സായപ്പോൾ, അങ്ങനെയല്ലയോ സിസ്റ്റർ വായിച്ചോന്നൂടെ? അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ശരിയായ പ്രയോഗം എൽ ഷദ്ദായി എന്ന് പറഞ്ഞാൽ സർവശക്തനായ. അതിന് വേറൊരു പദം കൊടുത്തിരിക്കുന്നത് പർവ്വത സമമായി, പർവ്വതം പോലെ. പർവ്വതത്തിന്റെ 2 വിശേഷത: 1 ഉയർന്നതാ, 2 ഉറപ്പുള്ളതാ. അപ്പോൾ ഞാനും നിങ്ങൾ സേവിക്കുന്ന ദൈവം ഉയർന്നവനും ഉറപ്പുള്ളവനുമാണ്.
സ്തോത്രം. സർവശക്തിയുള്ള ദൈവം. ഇവിടെ അബ്രഹാമിനോട് ദൈവം പറയുക 99 വയസ്സായപ്പോൾ, അങ്ങനെ അടിച്ചേക്കുന്നത് 99 വയസ്സായപ്പോൾ. ഈ 99 വയസ്സിലും ദൈവം ഇടപെടുന്നുണ്ടല്ലോ. ചില എത്ര ഉണ്ട് പ്രായം 10-75 മാസ്റ്റർ, 75 ആയി. പിന്നെ ഇങ്ങനെ അവരെ കൃത്രിമം കാണിച്ചുകൊണ്ട് അറിയാതെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. വയസ്സ് 75 കഴിഞ്ഞു. ആടെ ദൈവം ഇടപെടുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ വലുതായിട്ടൊന്നും. കുഞ്ഞുനാളി ഭയങ്കരമായിട്ട് എന്നോട് ശക്തമായിട്ട് ഇടപെടുമായിരുന്നു. ഇപ്പം പരുവക്കേടായി. എന്നാൽ അബ്രഹാമിനോട് 99 വയസ്സിലും ദൈവം ഇടപെട്ടെന്നുള്ളതാണ്. അപ്പോൾ 17-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ പ്രായം 99. ആ 16-ാം അധ്യായത്തിന്റെ ഒടുവിൽ പ്രായം പറഞ്ഞിട്ടുണ്ട്. 16-ന്റെ ഒടുവിലത്തെ വാക്യം വായിച്ചേ. ഗാഹർ അബ്രാമിനെ ഇശ്മായേലിനെ പ്രസവിച്ചപ്പോൾ. ഗാഹർ കുഴപ്പം ഒന്നുകൂടെ വായിച്ചേ. ഗാഹർ അബ്രാമിനെ ഒന്നുകൂടെ. ഗാഹർ ഒന്നുകൂടെ. ഗാഹർ പോരാ, എന്നാലും ഷടയെന്ന് വായിക്കുന്നുണ്ട് കേട്ടോ. ഗാഹർ വായിച്ചു. ഇനി പറഞ്ഞൊരു ആലോഗ്യമൊന്നും വേണ്ട. ഗാഹർ അബ്രാമിനെ ഇശ്മായേലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് 86 വയസ്സായിരുന്നു. അബ്രഹാമിന് 86 വയസ്സ്. അപ്പോൾ 16-ാം അധ്യായത്തിന്റെ ഒടുവിൽ അബ്രഹാമിന്റെ പ്രായം പറയാ 86 വയസ്സ്. ആ 16-ാം അധ്യായം പര്യവസാനിച്ചു. 17-ാം അധ്യായം തുടങ്ങുമ്പോൾ അബ്രഹാമിന്റെ പ്രായം പറയാ അബ്രഹാമിന് 99 വയസ്സ്. അപ്പോൾ 16-ാം അധ്യായത്തിന്റെ ഒടുവിൽ 86 വയസ്സ്. പ്രായം അങ്ങോട്ട് ഇതുപോലൊരു വാക്യം വേറെ ഇല്ല. പ്രായം പറഞ്ഞു നിർത്തിയ 2 അധ്യായം വേറെ പുസ്തകത്തിലില്ല. വേറെ പുസ്തകത്തിൽ നിന്ന് മാത്രമല്ല, നമ്മളതിലും കൃത്യം പ്രായം പറയുന്നില്ലല്ലോ. കൊച്ചമ്മ എന്തുകൊണ്ട് പ്രായം കണ്ടാലെന്തോ തോന്നും അല്ലേ? നേര് പറയുകയല്ല. കണ്ടാലിപ്പോൾ ഒന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഇതൊന്നും പാസ്റ്റർമാർ വരെ ഡൈ അടിക്കുന്നവരുണ്ട്. പിന്നെ പാസ്റ്റർമാരുടെ ഭാര്യമാരും ഒരു പരുവത്തിനൊക്കെ അങ്ങ് യോടി നിങ്ങൾ ഈ ഭൂമിയിലൊന്നും അല്ലേ ജീവിക്കുന്നേ. സ്തോത്രം. ചിലർ TV വരുമ്പോൾ ഒരു മുഖം, അത് കഴിയുമ്പോൾ ഈ ചായ വല്ല അടിച്ച് പൂശി വരുമ്പോൾ നമ്മളോർക്ക് കൊള്ളാം. അത് കഴിഞ്ഞ് പുള്ളിയെ ചന്ത വെച്ച് കണ്ടപ്പോൾ ഓരോരോ ടൈപ്പാണ്. ഇവിടെ 16-ാം അധ്യായത്തിന് അബ്രഹാമിന്റെ പ്രായം പറയുക 86. 17-ാം അധ്യായം തുടങ്ങുമ്പോൾ പറയുക അബ്രഹാമിന്റെ പ്രായം 90. അതിനെ 2 അധ്യായത്തിൽ പ്രായം പറയാൻ കാര്യം അത് പറയാം. നിങ്ങൾക്കറിവുള്ള ഭാഗമാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. അബ്രഹാമിന്റെ വിളിയെ പരാമർശിക്കുന്ന ഒരു പദം വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചെന്നാ. യെശയ്യാ 51:2 വായിച്ചേ. യെശയ്യാ പ്രവചനം 51:2. നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിങ്കിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചെന്നാ. നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്ക് നിങ്ങളെ പ്രസവിച്ച സാറയിലേക്ക് തിരിഞ്ഞു നോക്കുവി, ഞാൻ അവനെ ഏകനായിട്ട്. ഇതാരാ ഇത് കാണിക്കുന്നേ? അതങ്ങ് നിർത്തിയാൽ എല്ലാവരും വേദപുസ്തകം എടുക്കും. ഞാനിത് ഓർത്തില്ല. അത് നിർത്തിയാലും മോനെ എല്ലാവരും വേദപുസ്തകം എടുക്കും. വേദപുസ്തകം ഉള്ളവരെല്ലാം വേദപുസ്തകം എടുക്കും. ഇത് കാണിക്കണ്ട മോനെ, ഇതങ്ങ് നിർത്തും. അത് മതി. എല്ലാവരും വേദപുസ്തകം എടുക്കും. ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അല്ല, ഞാൻ നോക്കുമ്പോൾ ആരും പുസ്തകം തുറക്കുന്നില്ലല്ലോ, ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ നോക്കി. അത് മതി. നോ ഇൻപുട്ടോ. അത് മതി. അത് കുഴപ്പമില്ല. എല്ലാവരും വേദപുസ്തകം എടുക്കണം. ഇപ്പോഴേ ഇത് നല്ലതാ, ആ രീതിയിൽ ഉപയോഗിക്കണം. പക്ഷേ ഇത് ചിലപ്പം വ്യാജത്തിൽ പ്രവർത്തിക്കും. കാരണം ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ ഒറ്റ ഒരെണ്ണം ബൈബിൾ നോക്കുകയില്ല. ഇങ്ങനെ നോക്കിയിരുന്നാൽ മതിയല്ലോ. അതിൻ്റെ കുഴപ്പടി എന്നാന്ന് പറയാം, വേദപുസ്തകമായിട്ട് ബന്ധം വരികയില്ല. പുസ്തകം എടുത്ത് താള് മറിച്ച് അധ്യായങ്ങളും ആ പുസ്തകവും പഠിച്ചെങ്കിലേ ഇത് തിട്ടം വരുവുള്ളൂ. ഇല്ല ഇങ്ങനെ പൊട്ടനാട്ടം കണ്ടതുപോലെ. ഇത് നല്ലതാ, ചീത്തയാന്നല്ല. ഉണർവ് കയറി ഇന്ന് രാത്രി തല്ലി പൊട്ടിക്കൊന്നും ചെയ്യരുത്. എടുത്തടിയടാ ഈ സഭയ്ക്കകത്ത് അങ്ങനെയൊന്നും ചെയ്യരുത്. അറിയാൻ മേലാത്തൊരു പാട്ട് പാടുമ്പോൾ വേണേ അതൊന്ന് കാണിച്ചു കൊടുക്കണം. എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാം, ഒന്ന് നോക്കി പാടാം. പ്രത്യേകമായിട്ട് ഇപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് വേദപുസ്തകമല്ല അല്ലാത്ത കാര്യങ്ങൾ പറയുമ്പം ഒന്ന് കാണിച്ചു കൊടുക്കാം, നല്ലതാണ്. പക്ഷേ ഉദ്ദേശമായിട്ട് പ്രസംഗിക്കുമ്പം വാക്യം കാണിക്കരുത്. കാണിച്ചാൽ കുഴപ്പം, അത് പാപമാണെന്നല്ല, കാണിച്ചാണല്ലോ കുഴപ്പം. ആരും കഴിവിൻ്റെ പരമാവധി മിക്കരും പുസ്തകം കൊണ്ടുവരികയില്ല, കൊണ്ടുവന്നാലും തുറക്കുകയില്ല. കാരണം ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പം വേറെ പുസ്തകം എടുത്ത് വായിച്ചാൽ മതി. ഇനി നിങ്ങളുടെ സഭയുടെ നിയമം ഇത് കാണിക്കുമെന്നാണെങ്കിൽ കാണിച്ചോ, ഞാനെങ്ങാനും വരുമ്പോൾ ഇത് കാണിക്കരുത്. ഒരു അലോഗ്യം ഉണ്ടാക്കാതിരിക്കാനേ ക്ലിയറായിട്ട് കാര്യം പറയാൻ. അപ്പം ശ്രദ്ധിക്കുക, അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു.
നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്ക് നിങ്ങളെ പ്രസവിച്ച സാറയിലേക്ക് തിരിഞ്ഞു നോക്കുവീൻ, ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചെന്ന. ദൈവം വിളിക്കുന്നതല്ല ഒറ്റയ്ക്കൊറ്റയ്ക്ക. ദൈവം ആരെ വിളിച്ചോ, എപ്പോൾ വിളിച്ചോ, എവിടെ വെച്ച് വിളിച്ചോ, വിളിച്ചതെല്ലാം വ്യക്തിപരമായിട്ടാണ്. നിങ്ങൾക്കറിയാം വേദപുസ്തകത്തിലെ ആദ്യത്തെ വിളി, ആദമേ നീ എവിടെ? ദൈവം വിളിക്കുക. ആദമേ ദൈവം വിളിക്കുക. ആദമിനെ ദൈവം വിളിക്കുമ്പോൾ തോട്ടത്തിൽ ഹവ്വായുണ്ട്, പക്ഷെ വിളിച്ചത് ആദമിനെ. ഒരിക്കൽ ദൈവാലയത്തിൽ കിടന്നുറങ്ങിയ ശമൂവേൽ ദൈവം വിളിച്ചു, ശമൂവേലേ ശമൂവേലേ അല്ലേ? അപ്പോൾ തന്നെ അവിടെ ഏലിയുണ്ട്, ഏലിക്ക് 2 പിള്ളേരുമുണ്ട്. അപ്പോൾ നിങ്ങളെ വിളിച്ചൊന്നുമില്ല, വിളിച്ചിട്ടും വലിയ കാര്യമില്ല. മരി മുപ്പല്ലിയായിട്ട് ഇങ്ങനെ നെടുക നടക്കുന്നതല്ലാതെ സ്തോത്രം ദൈവമായിട്ട് ബന്ധമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദൈവം വിളിക്കുന്നതെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. അബ്രഹാമിന്റെ വിളിയെപ്പറ്റി പറയുക, ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു. അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങി. അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങി. കുഴപ്പമില്ല, എന്നാലും അതൊരു താളവാ, അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ ശ്രദ്ധിച്ചേ, കുഞ്ഞുങ്ങളല്ലേ, അതുങ്ങൾക്ക് അറിയത്തില്ല. അപ്പം നിങ്ങളത് പരിജ്ഞാനത്തോടെ കൈകാര്യം ചെയ്താൽ മതി. പിണങ്ങി പോകരുതേ. ഇനി തീരുമാനം എടുക്കരുത്, ഞാൻ ഇനി കൊച്ചുള്ളിടത്തോളം കാലം ഒറ്റ യോഗത്തിനും അങ്ങനെയൊന്നും പറയരുത്. കുഞ്ഞുങ്ങളെ ദൈവം തരുന്നതാ. അങ്ങനെ ശുശ്രൂഷയ്ക്ക് അതിൻ്റെ ഒരു പരിജ്ഞാനത്തോടെ കൈകാര്യം ചെയ്താൽ മതി. സ്തോത്രം. മക്കളെ ഹോവ തരുന്ന അവകാശം, ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളോടൊന്നും പറയരുത്. നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ അതൊരു പരിജ്ഞാനത്തോടെ കൈകാര്യം ചെയ്താൽ മതി. അപ്പോൾ ശ്രദ്ധിക്കുക, അബ്രഹാമിനെ ഏകനായിട്ട് ദൈവം വിളിച്ചു. അബ്രഹാമിന്റെ വിളിയെ പരാമർശിക്കുന്നത് ഒരു വലിയ കുടുംബത്തിൽ നിന്ന് അബ്രഹാമിനെ ദൈവം വിളിച്ചത്. വേറെ പഠിതാക്കളിൽ ചിലർ പറയുന്നത് 1800 ശിഷ്ടം അംഗങ്ങളുള്ള മകത്തായ ബൃഹത്തായ ഒരു വലിയ കുടുംബത്തിൽ നിന്ന് അബ്രഹാമിനെ ദൈവം വിളിച്ചത്. ശ്രേഷ്ഠമേറിയ വിളിയാ. 2, അബ്രഹാമിന്റെ ജാതി കൽദായ ജാതിയാ. ജാതികളിൽ കരുത്തന്മാരും ഊറ്റന്മാരുമാണ് കൽദയ ജാതി. ആ ജാതിയിൽ നിന്ന് അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതില്ല. അപ്പൊ ജാതിയിൽ ശ്രേഷ്ഠനാണ്. 3, അബ്രഹാം സംസ്കാര സമ്പന്നമായ മെസപ്പൊട്ടോമിയായി നിന്നാണ് ഇറങ്ങി വന്നത്. നല്ല സംസ്കാരത്തിൽ നിന്നാണ് ഇറങ്ങി വന്നത്. 4, അബ്രഹാം ഒരു പട്ടണവാസിയായിരുന്നു. കാരണം ഊരിൽ നിന്നാണ് ഇറങ്ങുന്നത്. ഇങ്ങനെ അബ്രഹാമിന് ഒത്തിരി വിശേഷതയുണ്ട്. ഇങ്ങനെ ദൈവത്തിന് വിളി കേട്ട് അബ്രഹാം അവിടെ നിന്ന് എന്ന് പറഞ്ഞ ആശയം ഇത്രയേ ഉള്ളൂ. ദൈവം വിളിച്ചു കഴിഞ്ഞപ്പോൾ കുടുംബശ്രേഷ്ഠത വലുതായി കണ്ടില്ല. ചിലർ പറയാനുണ്ട്, പാസ്റ്റർ ഞങ്ങൾക്കറിയാം ഇത് സത്യമാണെന്നും ഇത് ശരിയാണെന്നും ഇതാ സത്യമെന്നും ഒക്കെ ഞങ്ങൾക്ക് അറിയാം. പിന്നെ ഉപദേശിമാരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരികയും പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ അച്ഛനാന്നെ ഉപദേശിമാരെന്ന് പറഞ്ഞാൽ ജീവന് നല്ല കാര്യം. ഞങ്ങൾക്കിതെല്ലാം അറിയാം. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് എടുത്ത് ചാടിയൊന്നും വരാൻ ഒക്കത്തില്ല. വട്ടപ്പാറയിൽ ഞങ്ങളുടെ കുടുംബമെന്ന് പറഞ്ഞാൽ വട്ടപ്പാറ മുതൽ മണ്ണന്തല വരെ ഞങ്ങളുടെ കുടുംബക്കാരാ, റോഡിൻ്റെ 2 സൈഡിലും. അന്നേരം തന്നെ മനസ്സിലായി, കാരണം പുറമ്പോക്കായിരുന്നു. പിന്നെ അത് വെട്ടിപ്പിടിച്ചാന്ന് കാര്യമൊക്കെ എനിക്ക് പിടികിട്ടും. റോഡിൻ്റെ 2 പിന്നെ ഗവൺമെൻറ് കരുണ ഉണ്ടായിരുന്നുകൊണ്ട് എന്നാൽ പിന്നെ അതങ്ങ് എടുത്തോളം പറഞ്ഞ് ഞങ്ങൾക്കങ്ങനെ പെട്ടെന്ന് ചാടി ഇറങ്ങി വരാനൊന്നും ഒക്കത്തില്ല. ഞങ്ങളുടെ കുടുംബം ഭയങ്കര കുടുംബമാണ്. അങ്ങനെയുള്ളവർ അബ്രഹാമിനെ ഒന്ന് നോക്കിക്കേ. 1800 ശിഷ്ടം അംഗങ്ങളുള്ള മകത്തായ ബൃഹത്തായ ഒരു വലിയ കുടുംബത്തിൽ നിന്ന് ദൈവശബ്ദം കേട്ടപ്പോൾ കുടുംബത്തെ വലുതായി കണ്ടില്ല. ആ ശബ്ദം കേട്ട ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു. അതുകൊണ്ട് നീ നിന്റെ കുടുംബത്തിന്റെ മഹിമയൊക്കെ പറഞ്ഞ് ആയുസ് നഷ്ടപ്പെടുത്തി കളയാതെ സ്തോത്രം വിളിച്ച ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഇറങ്ങിക്കോണം ഇന്ന് രാത്രി. പ്രൈസ് ദി ലോർഡ്. ചിലരോട് നമ്മളെ സുവിശേഷമൊക്കെ പറഞ്ഞ് കാര്യമൊക്കെ അവർ പറയുന്നത് സ്തോത്രം ഞങ്ങളെ അങ്ങനെ പെട്ടെന്ന് ചാടി വരാനൊന്നും ഒക്കത്തില്ല. ഞങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ്, ഒരു സംസ്കാരമുണ്ട്. നിങ്ങളുടെ കൂടെ വരുന്ന എല്ലാവരും ഒന്നും സംസ്കാരമൊന്നും ഉള്ളവർ ചുമ്മാ നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ വിഭാഗക്കാരും ഇല്ലേ? ചില എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ വിഭാഗക്കാരും നിങ്ങൾക്കാർക്കും ഒന്നും അറിയാൻ മേല. ഈ ഓടക്കൊണ്ടാക്കും, എന്നാലും പറയാതിരിക്കാനൊക്കത്തില്ല. ഈ ഇതനുസരിച്ചൊന്നും അല്ല ഈ സഭ ഉണ്ടാക്കിയേക്കുന്നൊന്നും പലരും. എല്ലാ വിഭാഗത്തിലും ദൈവസഭ ഏതാന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അത് ജാതിയിൽ നിന്നും ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും യേശുക്രിസ്തുവിനാൽ അവന് പിടിക്കപ്പെട്ട്
ക്രിസ്തുയേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വേർപെട്ട് വന്നവരുടെ കൂട്ടമാണ് ദൈവസഭ. അതാ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ളവർ രക്ഷിക്കപ്പെട്ടു വന്നു, അതാ സഭ. മറ്റേതൊന്നും സഭയല്ല, ഓരോ സംഘടനയാണ്. നിങ്ങൾ എല്ലാ മേഖലയെടുത്തേ അവരുടെ ഗ്രൂപ്പുകാരെല്ലാം കൂടെ സ്തോത്രം. ഞാൻ എന്നെക്കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കാൻ തന്നെ ഇരിക്കുകയെന്ന് തോന്നുന്നു. ഒന്നും സഭയല്ല. അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങിയപ്പോൾ സ്തോത്രം തന്റെ സംസ്കാരമൊന്നും വലുതായിട്ട് തോന്നിയില്ല. ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങി. ഇപ്പോഴും ചില പള്ളികളിലെ ഓരോ വിഭാഗക്കാർ കൂടുന്ന പള്ളികളില്ലേ, ഉണ്ടോ? പെന്തിക്കോസിനകത്തും ഉണ്ട്. കറുത്തവരെല്ലാം കൂടെ കൂടുന്ന ഒരു സഭ, വെളുത്തവരെല്ലാം കൂടെ കൂടുന്ന ഒരു സഭ, ഇരുനിറക്കാരെല്ലാം കൂടെ കൂടുന്ന ഒരു സഭ, വിളറിയതെല്ലാം കൂടെ കൂടുന്ന വേറൊരു സഭ. അവർ എവിടെയെങ്കിലും ചെന്നാലും അവരുടെ ആൾക്കാരെ മാത്രം കൂട്ടി തല്ലിക്കൂട്ടി സഭയുണ്ടാക്കുക. പരമാർത്ഥം ആയിരിക്കും. എന്നോട് പുള്ളി കള്ളം പറയുകയല്ല. തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഒരു CSI ചർച്ച് ഉണ്ട്. ഇവിടെ ഉള്ളവർക്കാർക്കും അവിടെ വലിയ മെമ്പർഷിപ്പ്. തമാശ പറഞ്ഞല്ല, അത് അവിടുന്ന് വന്നവർ. എവിടുന്ന്? എല്ലാം ഞാൻ ദൃഷ്ടാന്തമായിട്ടൊരു കാര്യം അങ്ങോട്ട് സൂചിപ്പിച്ചതാണ്. കത്തോലിക്കലുമുണ്ട്. ചങ്ങനാശ്ശേരി രൂപതയുടെ സഭ തക്കലേ കിടക്കുന്നു. ചങ്ങനാശ്ശേരി എവിടാ? നിങ്ങൾക്ക് അതും പറയുന്നില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായി കാണും. 2 ദൃഷ്ടാന്തം തന്നേ ഉള്ളൂ. ഇതൊന്നും സഭയല്ല. കുറേ ആൾക്കാരെല്ലാം കൂടി ഇരുന്ന് തമ്പേറും തല്ലിപ്പോയിട്ട് ചൊച്ച ഉണ്ടാക്കുന്ന നല്ലാതെ സഭ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. കക്ഷി പക്ഷ വർഗ വർണ്ണ വ്യത്യാസം കൂടാതെ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് വേർപെട്ട് നിൽക്കുന്ന സമൂഹമാണ് ദൈവസഭ. സ്തോത്രം. അപ്പോൾ അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ സംസ്കാരമൊന്നും വലുതായിട്ട് കണ്ടില്ല. അങ്ങനെ അബ്രഹാം ഇറങ്ങിയത്. അബ്രഹാമിന്റെ വിളിയെ പരാമർശിക്കുന്ന കാര്യമാണ് ഓർപ്പിച്ചത്. അങ്ങനെ അബ്രഹാം വിളി കേട്ടിറങ്ങി. ആ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ കാര്യമാണ് 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചേ. 12:1. യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത് എന്തെന്നാ? നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. 3 കാര്യം ദൈവം പറഞ്ഞു. ദേശം, ചാർച്ച, പിതൃഭവനം വിടണം. ഇതെവിടെ വെച്ചാ ദൈവം പറയുന്നത്? ആ ഭാഗം പഠിക്കുമ്പോൾ ഹാരാനി വെച്ച് പറയുന്നതായിട്ടാണ് കാണുന്നത്. ആ 11-ന്റെ ഒടുവിൽ വായിച്ചേ. തേരകിന്റെ ആയുഷ്കാലം 205 സംവത്സരമായിരുന്നു. തേരക് ഹാരാനിൽ വെച്ച് മരിച്ചു. തേരക് ഹാരാനി വെച്ച് മരിച്ചു. അങ്ങനെ 11-ാം അധ്യായം തീരുക. ഉടനെ 12-ാം അധ്യായത്തിൽ ദൈവം പറയുക, നീ ദേശവും ചാർച്ചയും പിതൃഭവനോ വിടണം. അപ്പൊ ഇതെവിടെ വെച്ചാ പറയാനേ? ഹാരാനി വെച്ചാ. അബ്രഹാമിനെ പറ്റി വേദപുസ്തകത്തിൽ ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 11-ന്റെ 26 വായിച്ച്. 26. തേരകിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രാം നാഹോർ ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. വേദപുസ്തകത്തിൽ ആദ്യമായിട്ട് അബ്രാം എന്ന പരാമർശം കാണുന്നത് ഉൽപ്പത്തി 11-26. ഈ അബ്രഹാമിനെ ദൈവം വിളിച്ചു 12-ൽ കാണുന്നു. അപ്പോൾ തന്നെ അബ്രഹാമിനെ പറ്റിയുള്ള ചരിത്രമാണ് 11-ന്റെ 27 വായിര്. തേരകിന്റെ വംശാവലി. തേരകിന്റെ വംശപാരമ്പര്യമാവിത്. തേരകിന്റെ വംശപാരമ്പര്യമാവിത്. തേരക് അബ്രാമിനെയും നാഗോറിനെയും ഹാരാനെ ജനിപ്പിച്ചു. ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. എന്നാൽ ഹാരാൻ തന്റെ ജന്മദേശത്ത് വെച്ച് കൽദയരുടെ ഒരു പട്ടണമായ ഊരി വെച്ച് തന്റെ അപ്പനാകുന്ന തേരകിന് മുന്നേ മരിച്ചുപോയി. അബ്രാമിൻ നാഗോറും ഭാര്യമാരെടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറാ എന്നും നാഗോറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേർ. അടുത്തത് ഇവൾ മിൽക്കായുടെയും ഇസ്കായുടെയും അപ്പനായ ഹാരാന്റെ മകൾ തന്നെ. സന്തതി ഉണ്ടായിരുന്നില്ല. തേരക് തന്റെ മകനായ അബ്രാമിനെയും ഹാരാന്റെ പൗത്രൻ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായി മരുമകളാകുന്ന സാറായം കൂട്ടിക്കൊണ്ട് കൽദയരുടെ ഒരു പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്രയാകുവാൻ പുറപ്പെട്ടു. അങ്ങനെ അവർ ഹാരാൻ വരെ വന്നവിടെ പാർത്തു. തേരകിന്റെ ആയുഷ്കാലം 205 സംവത്സരം. തേരക് ഹാരാന് വെച്ചു മരിച്ചു. ഇതാണ് ആ ചരിത്രം. അപ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാം വിളി കേട്ടിറങ്ങി. ചരിത്രമാണ്. 12-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞു 3 കാര്യം വിടണം. ദേശം, ചാർച്ച, പിതൃഭവനം. 3 കാര്യം വിടണം. ദേശവും ചാർച്ചയും. അപ്പൊ ഇത് ഉൽപ്പത്തി പുസ്തകം 12 പഠിക്കുമ്പോൾ ഹാരാനി വെച്ച് ഇടപെട്ടെന്നാണ് കാണുന്നത്. കാരണം 11-ന്റെ ഒടുവിൽ ഹാരാനി വന്നെന്നാ. അപ്പൊ ഹാരാനി വെച്ച്, പക്ഷെ ഹാരാനി വെച്ച് ഇടപെട്ടെങ്കിലും ഹാരാനി വരുന്നതിന് മുന്നമേ ദൈവം ഇടപെട്ടതാ. വായിച്ചേ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 1-2. ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യമാണ്, ഞാനൊന്ന് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. വായിച്ചേ. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഗം ചോദിച്ചെന്ന് അവൻ പറഞ്ഞത്, സഹോദരന്മാരെ പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേട്ടുകൊള്ളുവിൻ. നമ്മുടെ പിതാവായ അബ്രാം പണ്ട് ഹാരാനി വന്ന് പാർക്കുന്നതിന് മുമ്പ് മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. ശ്രദ്ധിച്ചേ,
ഇതുള്ളത് തന്നെ യോഗ്യത മഹാപുരോഗതൻ ചോദിച്ചത്. അവൻ പറഞ്ഞ സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേട്ടുകൊള്ളുവിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനി വന്ന് പാർക്കുന്നതിന് മുമ്പ് ഉൽപ്പത്തി 11-12 പഠിക്കുമ്പോൾ ഹാരാനി വെച്ച് ഇടപെട്ടതായിട്ടാണ് കണ്ടത്. പക്ഷേ സ്തെഫാനോസ് പറഞ്ഞത് ഹാരാനി വന്ന് പാർക്കുന്നതിന് മുമ്പ്. അതെവിടാന്നും പറഞ്ഞിട്ട് മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. അപ്പോൾ മെസൊപ്പൊത്താമിയയിൽ വെച്ച് ദൈവം പ്രത്യക്ഷപ്പെട്ടു. പറഞ്ഞ 3 കാര്യം വിടാൻ. എന്നാൽ ഹാരാനി വന്നപ്പോൾ പിന്നെയും വിടാൻ പറയാൻ കാര്യം 3 കാര്യം വിടാൻ പറഞ്ഞു. പുള്ളി ഇതെല്ലാം ഒന്നും വിട്ടില്ല. ആ ഭാഗം ശരിക്കും പഠിച്ചാൽ 2 കാര്യം വിട്ടു, 1 കാര്യം വിട്ടില്ല. വിട്ടത് ഏതൊക്കെയാണ്? ദേശവും പിതൃഭവനും, ചാർച്ചക്കാരുടെ പ്രതിനിധിയായിട്ടാണ് ലോത്ത് കൂടെ നിൽക്കുന്നത്. ലോത്ത് കൂടെ തന്നെയല്ല, ഈ അബ്രഹാമിനെ നിങ്ങളെ ശരിക്കും ഭാഗം പഠിച്ചാൽ അറിയാം. അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു. വിളി കേട്ടത് അബ്രഹാമ, ദൈവശബ്ദം കേട്ടതും അബ്രഹാമ, ദൈവം ഇടപെട്ടതും അബ്രഹാമിനോടാണ്. അബ്രഹാമ യാത്ര പുറപ്പെട്ടത്. പക്ഷേ യാത്ര ആരംഭിച്ചെങ്കിലും അബ്രഹാമിനും ആ ദൈവം വിളിച്ചെങ്കിലും ലീഡ് ചെയ്യുന്നത് തേരക. ലീഡ് ചെയ്യുന്നത് ചില സഭയൊക്കെ വിളിച്ചവൻ മിണ്ടാതിരിക്കുക, വിളിക്കാത്തവൻ കയറി. പാസ്റ്ററെ ആ ദൈവം വിളിച്ചത്, പക്ഷേ അമ്മാമ്മയാ ലീഡിങ്. ചില സഭയെ പാസ്റ്ററെ ആ ദൈവം വിളിച്ചത്, പക്ഷേ നിയന്ത്രിക്കുന്നത് സെക്രട്ടറിയാ. വിളിയില്ലാത്തവനെല്ലാം ഇത് ലീഡ് ചെയ്യാൻ തുടങ്ങി. ഞാൻ തെളിയിക്കാം. നിങ്ങൾ ഒരു ദിവസം വായിച്ച് ആ 11-ാം അധ്യായത്തിൻ്റെ ലീഡ് ചെയ്യുന്നത് 26 മുതൽ വായിച്ചു. 26 ആ 11 ഈ ഭാഗം മുതൽ വായിച്ചു. എന്നാൽ ഹാരാൻ തന്റെ ജന്മദേശത്ത് വെച്ച് കൽദയുടെ ഒരു പട്ടണമായ ഊരി വെച്ച് തന്റെ അപ്പനായ തേരകിന് മുൻപേ മരിച്ചുപോയി. അബ്രാമും നാഹോരും ഭാര്യമാരെ എടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഹോറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേർ. ഇവൾ മിൽക്കായുടെ ഇസ്കായുടെ അപ്പനായ ഹാരാന്റെ മകൾ തന്നെ. സാറായി മച്ചിയായിരുന്നു, അവൾക്ക് സന്തതി ഉണ്ടായിരുന്നില്ല. തേരക് തന്റെ മകനായ അബ്രാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രാമിന്റെ ഭാര്യയായ മരുമകളാകുന്ന സാറായേയും കൂട്ടി. അപ്പൊ ആരെയൊക്കെ കൂട്ടി? ലോത്തിനെ കൂട്ടി. ലോത്തിന്റെ ഭാര്യയോ? അബ്രാമിന്റെ ഭാര്യ തേരകിന്റെ മരുമകൾ സാറ. അപ്പൊ തേരക് ലോത്തിനെ കൂട്ടി, സാറായെ കൂട്ടി. പിന്നെ എന്നെ നോക്കാൻ അങ്ങോട്ട് നോക്ക്. എന്നെ നോക്കിയോണ്ടല്ലേ തെറ്റിയത്? എവിടാന്നോ? ഒന്നുകൂടെ വാക്യം വായിച്ചേ. തേരക് തന്റെ മകനായ അബ്രാമിനെയും. അങ്ങനെ പറ. അപ്പൊ തേരക് തന്റെ മകനായ അബ്രാം, പിന്നെ ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്ത്, പിന്നെ മരുമകളാകുന്ന സാറായെ കൂട്ടി കൽദയുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. ഈ വാക്യം മാത്രം പഠിച്ച കനാലിലോട്ട് പോകുന്നത് ആരാ? തേരകാന്ന് പോകും. ഈ വാക്യം മാത്രം പഠിച്ചവർക്ക് തേരകനെ ആ ദൈവം വിളിച്ചത്. അപ്പൊ തേരക് പറഞ്ഞു, വാടാ മോനെ അവറാച്ച നീയും വാ, നിന്റെ പമ്പള ആറാമേ വിളിക്കും. ഉടനെ പറഞ്ഞു, മോന്റെ മോനുണ്ട് ആരാ? ലോത്ത്, വാ നീയും വാ. 3 എണ്ണത്തിനും കൂടെ പുറക്കി തേരക് പോവാ കനാലിലോട്ട്. വിളിച്ചത് ആരെയാ? അബ്രാമിനെയാ. ആരാ വിളിച്ചത്? നന്നായിട്ട് പറ. മുമ്പേ വായിച്ച വാക്യത്തിന്റെ വെളിച്ചത്തിൽ പറ. അങ്ങനൊന്നും പറഞ്ഞാൽ ഒക്കത്തില്ല. സർവശക്തി അങ്ങനെ ഉറക്കെ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കുമെന്നാണോ? തേജോമയനായ ദൈവം. സ്തോത്രം. വിളിച്ചത് ആശാരിപദേശി പറയുന്നൊരു പദം കിടക്കാം. നിന്നെ വിളിച്ചത് ആപ്പയും ഊപ്പയും ദൈവമല്ല. കൊങ്ങായിക്ക് പിടിക്കുന്ന പുള്ളിയെ പിടിന്ന് പിടിക്കട്ടെ. പുള്ളിയെ പിടിക്കണമെങ്കിൽ ഇച്ചിരി പുള്ളി ദൈവസന്നിധിയില്ല. തേജോമയനായ ദൈവം അബ്രാമിനെ വിളിച്ചേ. അപ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ചതാ. പക്ഷെ ഈ 11-ാം അധ്യായം പഠിച്ചാൽ ലീഡ് ചെയ്യുന്നത് ആരാ? തേരകനെ ദൈവം വിളിച്ചാന്നോ? അല്ല. വിളിക്കാത്തവനെല്ലാം കയറി സഭ ഭരിക്കാൻ തുടങ്ങി. അതിലെ സഭകളിൽ പ്രശ്നം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ടോ? പിന്നെ യാതൊരു പ്രതികരണവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രതികരണം വേണ്ട. എന്നോടെങ്കിലും ഒന്ന് പ്രതികരിക്കണ്ടേ? സ്തോത്രം. വിളിയില്ലാത്ത ഒത്തിരി എണ്ണം ഉപദേശമാരായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതാ പ്രശ്നങ്ങൾ. രക്ഷിക്കപ്പെടാത്ത ഒത്തിരി എണ്ണം ഇതിനകത്ത് കയറി സഭയുടെ ചുമതല വഹിക്കാൻ തുടങ്ങി. സെക്രട്ടറിയായും കമ്മിറ്റിയായും
കൗൺസിൽ മെമ്പറായും ഇവൻ രക്ഷിക്കപ്പെട്ടത് പോലുമല്ല. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്നാന്ന് പോലും അവന്. നമ്മളുടനെ കൺവെൻഷനൊക്കെ പറയും നമ്മുടെ കൗൺസിൽ മെമ്പർ ഇവന് പുസ്തക ക്രമം അറിയുന്നവനല്ല. അവനോട് പറയണം നഹൂം പ്രവചനം വായിക്കടാന്ന് പറയണം, അവൻ താപ്പി ഊപ്പാട് വരും. വിളിയില്ലാത്ത ധാരാളം ആൾക്കാർ ഇത് ലീഡ് ചെയ്യാൻ തുടങ്ങി. അതാ പ്രശ്നം. എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് അധികം നിൽക്കുന്നില്ല. അപ്പോൾ ദൈവത്തിന് മനസ്സിലായി അവറാച്ചനോട് ഇനിയും കാര്യം പറഞ്ഞില്ലെങ്കിൽ അവസാനം ഈ വലിയ മൂപ്പിലെ ആയിരിക്കും അവറാച്ചനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ദൈവം 12-ാം അധ്യായത്തിൽ പറഞ്ഞത്, നീ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃമരുത്തെയും വിടാൻ പറഞ്ഞു. ലോത്ത് കൂടെ നിൽക്കുക, തേരഹ് അതിന് മുന്നേ മരിച്ചു. ഇങ്ങനെ അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങി. ആട്ടെ, കർത്താവിന്റെ വേലയ്ക്ക് വിളിയുള്ളവർ വേണം. ആ വേല വിശേഷിച്ച് ഇടയ ശുശ്രൂഷ ചെയ്യുന്നവർ, അതിന് പക്വതയും തന്മയത്വവും സമർപ്പണം ഉള്ളവർ വേണം അത് ചെയ്യാൻ. ഇല്ല പ്രശ്നമാണ്. സ്തോത്രം. പ്രശ്നമുണ്ടാകും. ദൈവം ഏത് ശുശ്രൂഷയാണ് ഏൽപ്പിച്ചത്, ആ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്തോണം. ഏൽപ്പിക്കാത്ത ശുശ്രൂഷ ചെയ്താൽ പ്രശ്നമാകും. നിങ്ങളെല്ലാ മേഖലയെടുത്തെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവ ശുശ്രൂഷ തന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആർക്കും കൃപയില്ലാത്തവരില്ല, സകല ആൾക്കാർക്കും കൃപയുണ്ട്. അപ്പോൾ നിങ്ങളിൽ എന്തോ കൃപയാണ് ദൈവം തന്നിരിക്കുന്നത് മനസ്സിലാക്കി അതിനെപ്പറ്റി ബോധ്യപ്പെട്ടിട്ട് ആ കാര്യത്തിൽ വിശ്വസ്തരായി നിന്നോണം. ഇടയ ശുശ്രൂഷയ്ക്കാണോ ദൈവം നിന്നെ വിളിച്ചത്, അത് വിശ്വസ്തയോടെ ചെയ്തോണം. ബൈബിൾ ക്ലാസ് എടുക്കാനാണോ ഉപദേഷ്ടാവായിട്ട്, അത് ചെയ്തോണം. ടീച്ചർ ഇവാഞ്ചലിസ്റ്റ് ആയിട്ടാണോ ദൈവം വിളിച്ചത്, അത് വിശ്വസ്തയോടെ ചെയ്തോണം. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവം ശുശ്രൂഷ തന്നിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മളെ ഏൽപ്പിക്കാത്ത കാര്യം ചെയ്യുമ്പോഴാ പ്രശ്നം ഉണ്ടാകും. അവിടെ ഞാൻ വിവരിക്കുന്നില്ല. അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങി. ഈ 12-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞു, ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃമരുത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന. അങ്ങനെ അബ്രഹാം ഇറങ്ങി ഓടിച്ചു പറയാം. നമ്മളെ എടുത്ത സർവശക്തിയുള്ള ദൈവം എന്ന് പറയാൻ കാര്യം എന്നായി പറഞ്ഞു വരുന്നത്. വിളി കേട്ടിറങ്ങി അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ടെങ്കിലും ഇറങ്ങി തിരിച്ചെങ്കിലും പ്രാരംഭത്തിൽ നല്ല തീക്ഷ്ണതയൊക്കെ ആയിരുന്നെങ്കിലും ഇടയ്ക്ക് അവറാച്ചനൊരു അക്കടി പറ്റി. ചെറിയതല്ല, വലിയ അക്കടിയാണ് പറ്റിയത്. അബ്രഹാം ഈ വിളി കേട്ടിറങ്ങി കനാലിലേക്ക് പോകാനായി ഇറങ്ങിയെങ്കിൽ അബ്രഹാം ഇടയ്ക്ക് ക്ഷാമം വന്നപ്പോൾ മിസ്രയീമിൽ പോയി. 13-12 വായിച്ച 12-10. ദേശത്ത് ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നത് കൊണ്ട് അബ്രഹാം മിസ്രയീമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. അബ്രഹാം നേരെ മിസ്രയീമിലോട്ട് പോയി. അത് അപാകതയാ, പോകരുതായിരുന്നു. ദേശത്ത് ക്ഷാമം വന്നപ്പോൾ അബ്രഹാം നേരെ മിസ്രയീമിൽ പോയി. മിസ്രയീമിൽ പോകരുതായിരുന്നു. കാരണം പ്രശ്നം വന്നപ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കണം. കനാലിലോട്ടല്ലേ പോകാൻ ഇറങ്ങിയത്, പിന്നെന്തിനാ മിസ്രയീമിലോട്ട് പോകുന്നത്? അബ്രഹാം നേരെ മിസ്രയീമിൽ പോയി. അത് അപാകതയാ. എന്നാൽ സംഭവം പിന്നീടാണെങ്കിലും വേറെ പുസ്തകം പഠിക്കുന്നവർക്കറിയാം, അബ്രഹാമിന്റെ കാലത്തുണ്ടായ ക്ഷാമം പോലെ ഇസഹാക്കിന്റെ കാലത്തും ഇസഹാക്കിന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ ഇസഹാക്ക് എങ്ങോട്ട് ഓടിയില്ല. ഇസഹാക്ക് ദൈവത്തോട് ആലോചന ചോദിച്ചു, കർത്താവേ ഞാൻ മിസ്രയീമിലോട്ട് ഒന്ന് പൊക്കോട്ടെ. തമ്പുരാൻ പറഞ്ഞു പോകരുത്, നിന്റെ അപ്പൻ അവറാച്ചൻ പോയതിൻ്റെ കെടുതി ഇതുവരെ തീർന്നിട്ടില്ല. നിങ്ങൾ വേറെ പുസ്തകം മൊത്തം പഠിച്ചേ. അബ്രഹാം ഒരൊറ്റ പോക്ക് പോയതാണ് മിസ്രയീമിലോട്ട്. ആ പോക്കിനല്ലേ തളയെ കിട്ടിയത് ഏതാ? ഹാഗാറിനെ അവിടെ വെച്ച് കിട്ടിയതാണ്. സെർവൻ്റായിട്ട് കൊണ്ടുവന്നതാണ്. കാരണം സാറാമ്മയ്ക്ക് ഒരു ഹെൽപ്പിന് കൊണ്ടുവന്നതാണ്. അവസാനം ഒട്ടകത്തിന് ഇട കൊടുത്ത പോലായി. സ്തോത്രം. നിങ്ങൾക്ക് വേറെ പുസ്തകം വായിക്കുന്നവർക്കറിയാം. അവസാനം സാറാമ്മ തന്നെ അബ്രഹാമിനോട് പറഞ്ഞു, ആ ഭാഗത്തേക്ക് ഞാൻ വരുന്നുണ്ട്, ഒരു കുട്ടിയുണ്ടായി, ഹാഗറിൽ കൂടി, ഇഷ്മായേൽ. അവനെപ്പറ്റി എഴുതിയിരിക്കുന്നത് കാട്ടുകഴുത പോലാന്ന്. കഴുതയ്ക്കോ ബോധമുള്ളതല്ല. അപ്പം പിന്നെ കാട്ടുകഴുതയോ? അവനെപ്പറ്റി എഴുതിയിരിക്കുന്ന സഹോദരന്മാർക്ക് എതിരെ മാർക്ക് വന്ന മുഴുവനും എതിരാ അല്ലേ? മുഴുവൻ അതൊന്നും ഇപ്പോൾ ഇത് പിടിക്കുന്നുണ്ടെന്ന് പറയാനൊക്കത്തില്ല. മുഴുവൻ എതിരാ. നമ്മൾ ചെയ്യുന്നതിന് നേരെ അതാ എതിരാ. തന്നെയല്ല അവനെപ്പറ്റി വായിക്കുന്ന അവനെ കത്തി കൊണ്ട് ഉപജീവിക്കുമെന്ന ആയുധവേ. അതിന് പേര് തന്നെ ഉണ്ട്. അതാ. സ്തോത്രം. ഞാൻ നമ്പിയിരിക്കുന്നില്ല. പ്രശ്നം ഈ യാത്ര ചെയ്യുന്നവരോട് ചോദിച്ച് എയർപോർട്ടിലൊക്കെ കയറി എന്തോ പ്രശ്നമാണെന്നറിയാവോ? നമ്മളൊരു ബാഗുമായിട്ട് കൊണ്ടുപോയി എത്ര സ്ഥലത്തിട്ട് തുറന്നും പിടിച്ചും നോക്കിയും സ്കാൻ ചെയ്തും അതിനകത്തൂടെ അങ്ങോട്ട് തള്ളിവിട്ട് നമ്മളപ്പുറം ഇറങ്ങുമ്പോൾ അവർ പറയും ഒന്നുകൂടെ പുറകോട്ടിറങ്ങാൻ പറയും, പിന്നെയും പുറകോട്ടിറങ്ങി വീണ്ടും അതിനകത്തൂടെ
നമ്മളാ കൊണ്ടുവന്ന അരിയുണ്ട് ഇച്ചിരി അച്ചപ്പവും. അച്ചപ്പം അന്നേ പൊടിഞ്ഞ് ഇനി അവിടെ ചെല്ലുമ്പോൾ അത് ഭസ്മമായി അങ്ങ് ചെല്ലുമ്പോൾ പിന്നെ എണ്ണ അധികമില്ലാതെ അമ്മ നെല്ലിക്ക അച്ചാറിട്ട് തന്നു. ഇതൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. എന്നാൽ വേറെ ചെല്ലുന്ന നെല്ലിക്ക അച്ചാറിട്ടാണ് കൊണ്ടുപോകുന്നത്. പത്രത്തിൽ വായിക്കുന്നില്ലേ? സ്വർണ്ണ ബിസ്ക്കറ്റ് വയറ്റിനകത്ത് വെച്ചുകൊണ്ട് വരുന്നു. നിങ്ങൾ ഇവിടെ നിന്ന് പേപ്പറൊന്നും വരുന്നേ ഇല്ലെന്ന് തോന്നുന്നു. പേപ്പർ കാണുന്നതല്ലേ? നമ്മൾ കൊണ്ടുപോകുന്ന അച്ചാറ്, മറ്റവൻ കൊണ്ടുപോകുന്നത് അവനെ നമ്മളെ ഒരേ തുലാസിലാണ് തൂക്കി പരിശോധിക്കുന്നത്. എന്ത് സ്വസ്ഥത കെടുകല്ലേ? അപ്പം അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ ക്ഷാമം ഇസഹാക്കിൻ്റെ കാലത്ത് വന്നപ്പോൾ ഇസഹാക്ക് ദൈവത്തോട് ആലോചന ചോദിച്ചു, കർത്താവേ ഞാൻ പൊക്കോട്ടെ. തമ്പുരാൻ പറഞ്ഞു, പോകണ്ട, നീ ഇവിടെ നിൽക്ക്. നിൻ്റെ അപ്പൻ അവറാച്ചൻ പോയതിൻ്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല, നീ പോകരുത്. അപ്പോൾ ഇസഹാക്ക് പറഞ്ഞു, ഞാൻ പോകാതിരുന്ന ഒന്നും ജാഗത്തൊന്നുമില്ല, നീ അങ്ങ് ബെതച്ചോളാൻ പറഞ്ഞു. നമ്മളിങ്ങനെ വായിക്കുന്നത്, ഇസഹാക്ക് ആ ആണ്ടിൽ ദേശത്ത് ബെതച്ചു. അടുത്ത വാക്യമുണ്ട്, 100 മേൻ. അതിന് ആത്മീയ പാഠം ഇത്രയേ ഉള്ളൂ. പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കണം. ആലോചന ചോദിക്കുമ്പോൾ ദൈവം നിനക്ക് അരുളപ്പാട് തരും. അരുളപ്പാട് കേട്ടാ പോരാ, കേൾക്കുന്ന അരുളപ്പാട് അനുസരിക്കണം. അങ്ങനെ അനുസരിച്ചാൽ നീ ഉദ്ദേശിക്കാത്ത നന്മയും വഴിയും ദൈവം ഒരുക്കും. ഇതിന്റെ ഓണറതാ. പ്രശ്നങ്ങൾ വരുമ്പോൾ വെപ്രാളം പിടിക്കരുത്, ദൈവത്തോട് ചോദിക്കണം. ഞാനിങ്ങനെ പറയാം, രോഗങ്ങളൊക്കെ വരുമ്പോഴേ ചോദിക്കണം, കർത്താവ് ഈ രോഗം വരാൻ കാര്യം തന്നെ. ദൈവം പറയും, ഒന്നെങ്കിൽ ആട്ടെ ലില്ലിക്കുട്ടി ക്ലൈമറ്റ് മാറിയതാ, അല്ലെങ്കിൽ നീ കഴിച്ച ഭക്ഷണത്തിൻ്റെയാ, അതല്ലെങ്കിൽ ഉണ്ടല്ലോ ശരീരത്തിൻ്റെ പ്രയാസം കൊണ്ടാ, ഇതൊന്നും വലിയ ദൈവം പറയും, നീ കഴിഞ്ഞ ആഴ്ച ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയാ, ദൈവം പറയും. അപ്പം അതിന് പരിഹാരവും പറഞ്ഞു തരും. അതനുസരിച്ചാ വിടുതലുവാ. അപ്പം പ്രശ്നങ്ങൾ വരുമ്പോൾ നെട്ടോട്ടം ഓടരുത്. അവർ കൂടോത്രം ചെയ്തതാ, ഇവർ അമ്മാമേ അല്ലെങ്കിലും അവർ ഞങ്ങൾക്കെതിരെ, പിന്നെ ഓത്രം പറയാത്തതിനൊക്കെതിരെ ആരെന്നാ ചെയ്യാനാ? എന്നാ ചെയ്യാൻ? ആര് ചെയ്യാൻ? അത് ഇന്നാൾ ഒരാൾ വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങളെ ഇവിടുന്ന് പറിച്ചു മാറ്റാൻ വേണ്ടി അവർ ഒരുത്തനായിട്ട് ചെയ്താണ് അവൻ അങ്ങോട്ട് നിന്ന് പോവാന്നു. അങ്ങനെ അന്നാട്ടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പോയി ചെയ്യും കൂടോത്രം. പെട്ടെന്ന് കാര്യം അങ്ങ് കിടക്കുമല്ലോ. ഈ ഇത്രയും കണ്ട പട്ടാളക്കാർക്ക് ജലവിനും കൊടുക്കണ്ട, തോക്കം പിടിച്ചോണ്ട് അതുങ്ങൾ മഞ്ഞും വെയിലും വെള്ളം എത്ര വീരമൃത്യു വരിക്കുന്നു. നമ്മളിവിടുന്ന് ഒരു കൂടാത്രക്കാരനെ അങ്ങോട്ട് വിട്ടാൽ പോരെ? അവനോട് ചെന്ന് 2 കൂടോത്രം ചെയ്യുമ്പം പ്രശ്നം പരിഹരിക്കുകയല്ലേ? ചുമ്മാ ഊളത്തരമെല്ലാം കേട്ട് നീ കിടന്ന് കുറേ വട്ടന്മാരും വാസ്റ്റർമാരും പ്രവാചകന്മാരും വട്ടുപിടിച്ചതൊക്കെ ഉണ്ട്. അവർ വന്ന് പറയും, അവർ ചെയ്തതാണ് അമ്മാമേ, നിങ്ങൾ ഇവിടുന്ന് പറിച്ചു മാറ്റുവാൻ തക്കവണ്ണം. ചുമ്മാ വട്ടുപിടിച്ച് ഒത്തിരി കേസുണ്ടെന്ന്. തിരുവചനം പഠിപ്പിക്കുന്നത് നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. ഒരു സൈന്യം നിനക്ക് നേരെ പാളയം ഇറങ്ങിയാലും നീ നിർഭയമായിട്ടിരിക്കും. ശത്രു ഒരു വഴി വരും, 7 വഴി ചെതറിപ്പോകും. തേനീച്ച പോലെ വരും, മുൾത്തിയെ പോലെ ദൈവം കെടുത്തും. ഒരനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല. ഒരു ബാരകം നിന്റെ കൂടാരത്തിൽ എടുക്കത്തില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. രാത്രിയിലെ ഭയത്തോയും പകൽ പരക്കുന്ന അസ്ത്രത്തോയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല.